കണ്ട് ഫോളോ ചെയ്ത് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നന്ദി. ഞങ്ങളെ വീഡിയോസ്, ഞങ്ങൾ പുതിയ കണ്ടന്റ്സ് ഒക്കെ ആയിട്ട് വരുന്നു. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം. ഞാൻ നാഗവിഷ്ണു, എന്റെ ഫ്രണ്ട്സ് അരുൺ ആൻഡ് മനു. അപ്പൊ നമ്മള് ഇപ്പം ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് സ്പിന്ന് ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ, പുറത്ത് പ്രത്യേകിച്ച് സേന കൺട്രീസിൽ പോകുമ്പോൾ. അപ്പൊ നമ്മൾ അതിനെ ഒരു വലിയ രീതിയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഒരു പുറത്തെ ഒരു സീരീസിന് പോകുമ്പോൾ ഇന്ത്യയുടെ പ്രിപ്പറേഷൻസ് അത് ശരിയായ രീതിയിലാണോ, അതായത് ഈസ് ഇന്ത്യസ് പ്രീ സീരീസ് പ്രിപ്പറേഷൻസ് ഓൺ ദ റൈറ്റ് പാത്ത് ബിഫോർ ഗോയിങ് ഫോർ ആൻ അബ്രോഡ് ടൂർ. അതാണ് നമ്മുടെ ടോപ്പിക്. അപ്പം ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യക്ക് ഇനി ഒരുപാട് മെച്ചപ്പെടാനുണ്ട്, അതായത് ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പൊ മനുവിനോട് ചോദിക്കാം, മനുവിന്റെ അഭിപ്രായം എന്താ ഇതിനെ കുറിച്ച്? നീ പറഞ്ഞ പോലെ തന്നെ കുറെ പോരായ്മകളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ അബ്രോഡ് ഒരു സീരീസിന് പോവാണെങ്കിൽ പിക്ചേഴ്സ് എല്ലാം ക്രാംഡ് ആണ്. അപ്പം പ്ലേയേഴ്സിന് ഇപ്പം ഇനഫ് പ്രാക്ടീസ് മാച്ച് കിട്ടുന്നില്ല. ഇപ്പൊ ഒരു മാച്ച് എങ്ങാണ്ടൊക്കെ കിട്ടുന്നു. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 3-4 പ്രാക്ടീസ് മാച്ച് കൊടുക്കണം. കാരണം പ്രത്യേകിച്ച് സേന കൺട്രീസിൽ, ഓസ്ട്രേലിയ ഒഴിച്ച് ബാക്കിയുള്ള കൺട്രീസിൽ അവർക്ക് കുറച്ചേറെ പ്രാക്ടീസ് മാച്ച് കൊടുത്താൽ മാത്രമേ, അതും ഞാൻ പറയണ എല്ലാവർക്കും കൊടുക്കണം, 15 അംഗങ്ങൾക്കും കൊടുക്കണം. കാരണം ഒരാൾക്കൊരു ഇഞ്ചുറി വന്നാൽ തന്നെ വേറൊരാൾ ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടണം. ഇപ്പൊ നീ നോക്കിയാൽ അറിയാം, നമ്മുടെ ഇന്ത്യ പോകുന്ന സീരീസിലെല്ലാം ആദ്യത്തെ മാച്ച് തോറ്റിട്ടാണ് തുടങ്ങുന്നത്. കാരണം ഇന്ത്യക്ക് അത്ര ഒരു ഇത് കിട്ടുന്നില്ല അവിടുത്തെ സാഹചര്യങ്ങളായിട്ട്. അത് മെയിനായിട്ട് ഈ BCCI അവർ ഇച്ചിരി ഈ ക്യാഷിനോടുള്ള ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ. കാരണം അവർക്ക് ഇപ്പം 3 മാസം കളിക്കേണ്ട സീരീസ് അവർ 1 മാസമായിട്ട് ചുരുക്കി. അവർ പിന്നെ അവരുടെ മെയിൻ ഇന്റൻഷൻ എങ്ങനെയെങ്കിലും ക്യാഷ് വരണം എന്നുള്ള ഇതുകൊണ്ട്. അപ്പൊ അങ്ങനെ നഷ്ടപ്പെടുന്നത് പല ആൾക്കാരുടെയും ടാലൻസ് ആണ്. അപ്പം ഞാൻ പറയണെന്ന് വെച്ചാൽ നമ്മള് അതായത് ഇപ്പൊ പല സീരീസുകളും ലൈക് ഒരു 2 months ഒക്കെ ഉള്ള സീരീസുകൾ ഇന്ത്യൻ BCCI ഒക്കെ വെട്ടിച്ചുരുക്കി അവരൊരു 1 അല്ലെങ്കിൽ 1.5 months ആക്കാൻ നോക്കുവാണ്. അതായത് വേറൊരു സീരീസിനെ ആ സമയത്ത് ഉൾപ്പെടുത്താൻ നോക്കുവാണ്. ലൈക് ഇന്ത്യൻ കളിക്കാരിൽ കൂടുതലായിട്ട് കൂടുതൽ ഗെയിംസ് ഇട്ട് ഇന്ത്യൻ കളിക്കാരെ അതൊരു പ്രഷറൈസ് കൂടെ ചെയ്യുന്നതാണ്. അതൊരു മണി മേക്കിംഗ് മാറ്റർ ആണ്. ആ രീതിയാണ് മനു പറയുന്നത്, അല്ലെ? അതെ. എനിക്കും പ്രാക്ടീസ് മാച്ച് 3-4 എന്നൊക്കെ പറയുമ്പോൾ കൂടുതൽ 2-3 പ്രാക്ടീസ് മാച്ചസ് വേണം. അതാണ് ഇതിന്റെ ഒരു എനിക്ക് മനുവിനോട് അഗ്രി ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ചില ഈ ടൂർ പോകുമ്പോ നമ്മൾ 2 to 3 പ്രാക്ടീസ് മാച്ചസ് ചെയ്യാതെ ഒരു പ്രാക്ടീസ് മാച്ച് ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ചിലപ്പോൾ ഒരു പ്രാക്ടീസ് മാച്ച് തന്നെ ചിലപ്പോൾ റെയിൻ കൊണ്ട് വാഷ് ഔട്ട് ആയി പോകും. അപ്പോൾ ഒരുപക്ഷെ എന്നിട്ട് നമ്മൾ ഇൻഡോർ പ്രാക്ടീസിങ്ങോ അല്ലെങ്കിൽ ഈ നെറ്റ് പ്രാക്ടീസിങ്ങോ ചെയ്തിട്ടായിരിക്കും ഈ മെയിൻ ടെസ്റ്റിലോട്ടൊക്കെ ഇറങ്ങാൻ പോകും. ഇപ്പൊ ന്യൂസിലൻഡിനെ പോലത്തെ സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്ക്. അതായത് സൗദി, ബോൾട്ട്, ജെയിമിസണിനെ ഒക്കെ ഫേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന പോലെ തന്നെ തോന്നി. അപ്പൊ യെസ്, ഞാൻ ടോട്ടലി എനിക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാര്യം ഞാൻ ഒരു നോർമൽ ഗ്രേഡ് ക്രിക്കറ്റിൽ പ്രൊഫഷണൽ ആയിട്ട് ഗ്രേഡ് ക്രിക്കറ്റ് കളിക്കുന്നത്, നമ്മൾ നെറ്റ്സിൽ കളിക്കുന്നതും നമ്മൾ ഫീൽഡിൽ കളിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. കാര്യം നെറ്റ്സിൽ ചിലപ്പോൾ നമ്മൾ വളരെ എഫക്റ്റീവ് ആയിരിക്കും ഒരു ബോളർ. കാര്യം ബാറ്റ്സ്മാൻ അധികം ചാൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ സ്വിംഗിങ് കണ്ടീഷൻ വളരെ കുറവായിരിക്കും ഇതിനെ അപേക്ഷിച്ച്. എന്നാൽ ഒരു ഫീൽഡിൽ പോകുമ്പോൾ വളരെ ലൈക്ക് നമുക്ക് വളരെ വ്യത്യസ്തമായ ഷോട്ടുകൾ കളിക്കാൻ പറ്റും. ബോൾ കൂടുതൽ സ്വിംഗ് ചെയ്യും നെറ്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോ. ഓക്കെ, പിന്നീട് എനിക്ക് ശരിക്കും പറയാനുള്ള BCCIയുടെ ഏറ്റവും വലിയ പ്രോബ്ലം ആയിട്ട് തോന്നുന്നത് ഇന്ത്യൻ പ്ലേയേഴ്സിനെ അങ്ങനെ അബ്രോഡ് കളിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ നമ്മൾ ഇന്റർനാഷണലി നോക്കുവാണെങ്കിൽ ഏറ്റവും കുറവ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കുന്ന ടീം ഇന്ത്യയാണ്. ഞാൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ടീം കളിക്കുമെന്ന് പറയുമ്പോൾ കൺട്രീസ് തമ്മിൽ കളിക്കുന്നതല്ല, ഞാൻ പറയുന്നത് ക്ലബ് ക്രിക്കറ്റ് കളിക്കുന്നില്ല. ഫോർ ഇൻസ്റ്റൻസ് അതെ, കൗണ്ടി കളിക്കുന്നില്ല, ബിഗ് ബാഷ് കളിക്കുന്നില്ല, അങ്ങനെ. പക്ഷെ ബാക്കിയുള്ള എല്ലാ കൺട്രീസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഓസ്ട്രേലിയ വന്നാൽ ഓസ്ട്രേലിയൻ പ്ലേയേഴ്സ് ഇന്ത്യ കളിക്കും, ഇംഗ്ലണ്ടിൽ കളിക്കും. അപ്പൊ അവരെന്ന് പറഞ്ഞാൽ ഓൾറെഡി അക്ലിമറ്റൈസ് ചെയ്തു, അവർക്ക് ഈ കണ്ടീഷൻസ് ഓൾറെഡി അറിയാം. അപ്പൊ തന്നെ നമ്മളിപ്പോ ഒരു ഫിഞ്ചിന്റെ അടുത്ത് വാർണറുടെ അടുത്തേക്ക് ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് പറയും, ഞങ്ങൾക്ക് IPL കളിച്ച് പരിചയമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം വാട്ട് വി ഹാവ് ഇൻ സ്റ്റോർ. നമുക്ക് ഈ പിച്ചിനെ കുറിച്ച് അറിയാം, കണ്ടീഷൻസ് അറിയാം, നമ്മൾ ഓൾറെഡി ലാർജ് ക്രൗഡ്സിനെ കളിച്ച് പരിചയപ്പെട്ടു എന്നൊക്കെ. അപ്പോൾ IPL ഒരു നല്ല ഫാക്ടർ തന്നെയാണ് ആ ഒരു കാര്യത്തിൽ. അതായത് പ്ലേയേഴ്സ് പ്രഷർ എടുക്കാൻ പഠിക്കും. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാ പിച്ചിലും എല്ലാ സ്റ്റേഡിയത്തിലും പോകുന്നുണ്ട് IPL വരുമ്പോ.
അതെ, പക്ഷെ ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ BCCI പറയുന്നത് പറഞ്ഞാൽ യെസ് ഞങ്ങൾക്ക് IPL ഉണ്ട്, അപ്പൊ അതില് യങ്സ്റ്റേഴ്സിന് എക്സ്പോഷർ കിട്ടും. പക്ഷെ യങ്സ്റ്റേഴ്സിന് കിട്ടുന്ന എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്ലേയേഴ്സിന്റെ ബ്രെയിൻ പിക്ക് ചെയ്യാൻ പറ്റും, പിന്നെ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതൊന്നും ഒരു നല്ല ക്രിക്കറ്റർ ആവും എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ പിച്ച് മനു പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അതെല്ലാം ഫ്ലാറ്റ് ട്രാക്സ് ആണ്. അതിലൊന്നും പഠിച്ചു കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് ക്രിക്കറ്റിലൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. യെസ് വാഷിംഗ്ടൺ സുന്ദർ സർവൈവ് ചെയ്തല്ലോ 2020 കളിച്ചിട്ട് എന്നൊക്കെ പറയാം. പക്ഷെ അതൊക്കെ റെയർ ടാലന്റ് ആണ്. അതിനെ വെച്ചിട്ട് നമുക്കൊരു ജനറൽ പബ്ലിക്കിനോ അല്ലെങ്കിൽ ജനറൽ പ്ലേയേഴ്സിനോ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തെ റെയർ ടാലൻസ് ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കണ്ടത് പൂജാരയെ വിട്ടു, പൂജാരയ്ക്ക് അശ്വിനൊക്കെ ചാൻസ് കൊടുത്തായിരുന്നു. അതെ, അതാണ് ഇന്ത്യയെ വെച്ച് നോക്കുവാണെങ്കിൽ പൂജാര അശ്വിനാണ് മെയിൻലി പോയതായിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ BCCI റിജക്ട് ചെയ്യുവാണ്. അപ്പൊ BCCI പൊതുവെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് IPL ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പ്ലേയേഴ്സിനെ അങ്ങനെ വിട്ടു കൊടുക്കത്തില്ല. അപ്പൊ സോ ദാറ്റ് ഇന്ത്യൻ പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ആകെ കളിക്കുന്ന ഒരു ടൂർണമെന്റ് IPL അല്ലെങ്കിൽ ഫോർ കൺട്രി ഇന്ത്യ. ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്ടറാണ് വിരാട് കോഹ്ലിക്കാണ് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് തോന്നുന്നു അല്ലെ. 100 ഫസ്റ്റ് ക്രിക്കറ്റർ ടു എവർ ഹാവ് 100 മില്യൺ ഫോളോവേഴ്സ്. അപ്പൊ അവർക്ക് അറിയാം ദി ഇമ്പാക്ട് ഓഫ് വിരാട് കോഹ്ലി ഒക്കെ എന്താന്നുള്ളത്. ഇപ്പൊ ബിഗ് ബാഷിൽ പോയി കഴിഞ്ഞാൽ ബിഗ് ബാഷിന് ഒരുപാട് പൈസ കിട്ടും വിരാട് കോഹ്ലി വന്നുകൊണ്ട് മാത്രം. കാരണം ആൾക്കാർ വെറും വിരാട് കോഹ്ലിനെ കാണാൻ വേണ്ടി വരും. അപ്പൊ BCCI അത് കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് ഇന്ത്യൻ പ്ലേയേഴ്സ് സ്റ്റാർസ് ആണ്, അവരെ പ്രൊട്ടക്ട് ചെയ്ത് അവിടെ വെക്കണം. പക്ഷെ അത് അവരുടെ കളിക്ക് വേണ്ടിയിട്ടല്ല, അത് ഒരുപക്ഷെ BCCIയുടെ ഓൺ മോട്ടീവ്സ് ആണ്. അത് എനിക്ക് തോന്നുന്നു അത് കംപ്ലീറ്റ്ലി ഇംപ്രൂവ് ചെയ്യാനുണ്ട്. സോ മോർ ആൻഡ് മോർ പ്ലേയേഴ്സിനെ അബ്രോഡ് വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ, അരുൺ പറഞ്ഞത് ശരിക്കും കറക്റ്റ് ആണ്. കാരണം ഞാൻ ഇന്നലെ നിങ്ങൾ കണ്ടോന്ന് അറിയില്ല, വേൾഡ് സീരീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്നലെ ഞാൻ ഹൈലൈറ്റ്സ് കണ്ടു, ഇന്ത്യ ഇംഗ്ലണ്ട്. അപ്പൊ അതിനകത്ത് യൂസഫ് പത്താൻ, ഇർഫാൻ പത്താൻ അവരുടെ കോമ്പിനേഷൻ 112 for 6 ആയിരുന്ന സ്ഥാനത്ത് നിന്ന് 180 സംതിങ് എത്തിച്ചു. പക്ഷെ ഇന്ത്യ 6 റൺസിന് തോറ്റെങ്കിലും അവര് അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, പഴയ ഇന്ത്യ ശ്രീലങ്ക T20 അവര് ജയിപ്പിച്ച അതേ ഒരു ഇതെനിക്ക് ഓർമ്മ വന്നു. അതുപോലെ തന്നെ ഉത്തപ്പ, ഇവരെയൊക്കെ ശരിക്കും പുറത്ത് വിടണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതുപോലെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മുടെ സ്പിൻ പിച്ചിനെ കുറിച്ച് പറഞ്ഞ് ഒരുപാട് ഡിസ്കസ് ചെയ്തു. ഇന്ത്യക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ വലിയൊരു സ്ഥലമുണ്ട്, നമുക്ക് നാച്ചുറൽ റിസോഴ്സ് ആയിട്ട് ഒരു സ്ഥലമുണ്ട്. അത് ഇന്ത്യ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അറിയോ ഏതാണ്? ജസ്റ്റ് എന്തെങ്കിലും ഒരു തോട്ട്. അതായത് നമ്മുടെ ഹിമാചൽ പ്രദേശിൽ ധർമ്മശാല, അത് വലിയൊരു ലൈക് നാച്ചുറൽ ലൈക് ആൾട്ടിറ്റ്യൂഡ് 1400 ആൻഡ് സംതിങ് ആണ് എബോവ് സീ ലെവൽ. എനിക്കറിയില്ല ശരിയാണോ കറക്റ്റ്, ഏകദേശം അത്രയൊക്കെ ഉണ്ട്. അത് നാച്ചുറൽ റിസോഴ്സ് ആണ്. അവിടെ സ്വിംഗ് നന്നായിട്ട് കളിക്കാൻ പറ്റൊരു നന്നായിട്ട് സ്വിംഗ് ചെയ്യാൻ പറ്റും, ബോൾ സ്വിംഗ് ചെയ്യും. അവിടെയൊക്കെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ലൈക്ക് ഒരു എബ്രോഡ് സേനാ കൺട്രീസിൽ ടൂർ പോകുന്നതിന് മുമ്പ് നമ്മൾ NCAയിൽ പോയി ക്യാമ്പ് നടത്തുന്നതിന് പകരം നമ്മൾ അവിടെയാണ് ക്യാമ്പ് നടത്തേണ്ടത്. പക്ഷേ അത് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുമോ? അത് പൂർണ്ണമായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? കാരണം ഇപ്പൊ സച്ചിൻ, ലക്ഷ്മൺ, ദ്രാവിഡ് ഒക്കെ ഉള്ള ഒരു നാടാണ്. അവരൊക്കെ അവിടെ പോയിട്ട് പോവാതെ തന്നെ സേനാ കൺട്രീസിൽ തിളങ്ങിയതായിട്ട് നമുക്ക് കാണാമല്ലോ. അപ്പൊ അല്ല, അതാണ് അപ്പൊ അതിനകത്ത് മനസ്സിലാക്കുന്നത്. അവർക്ക് ഇത്രയും പ്രാക്ടീസ് ഇല്ലാതെ അവർ ഇത്രയും മെച്ചപ്പെട്ടെങ്കിൽ അവരെന്തു നല്ല പ്ലേയേഴ്സ് ആയിരിക്കും അല്ലെ. സോ അവർക്കും ഇതേപോലത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ ചിലപ്പോൾ ഒരുപക്ഷെ സച്ചിന്റെ ആവറേജ് ചിലപ്പോൾ ഇപ്പൊ സ്റ്റീവൻ സ്മിത്തിനെക്കാട്ടിലും കൂടിയാണ്. മനു പറയുന്നത് ഏകദേശം ലാലേട്ടനും മമ്മൂക്കായൊക്കെ ബാക്കിയുള്ള നടന്മാരായിട്ട് കമ്പയർ ചെയ്യുന്ന മാതിരിയാണ്. ഇല്ല, ഞാനൊരു ആർഗ്യുമെന്റിന് വേണ്ടി എടുത്തിട്ടല്ല, ഞാനൊരു ഡൗട്ട്. അതെ, ഞാനൊരു ഡൗട്ട് വന്നപ്പോ ജസ്റ്റ് നമ്മൾ അവിടെ നമ്മുടെ സ്വിംഗിങ് സ്ഥലമാണ്, നന്നായിട്ട് സ്വിംഗ് ചെയ്യുന്നതാണ്. അപ്പം ന്യൂസിലാൻഡിനോട് അടുത്ത് പിടിക്കുന്ന ഒരു കണ്ടീഷനാണ് അവിടെ ഉള്ളത്. അപ്പം ഏകദേശം അവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈവൻ പിങ്ക് ബോൾ ഉപയോഗിക്കാം അല്ലെ അരുണെ? പിങ്ക് ബോൾ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്താൽ കാര്യം അത് നാച്ചുറലി സ്വിംഗിങ് ബോളാണ്, കൂടുതൽ സ്വിംഗ് കിട്ടുന്നത്. അപ്പം ലൈറ്റ് ബോളാണ്. അപ്പൊ ആ ബോളിൽ സ്വിംഗ് ചെയ്ത് ആ ബോൾ കളിച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എനിക്ക് തോന്നുന്നു പല സ്ഥലത്തും പോകുമ്പോഴത്തേക്കും എക്സ്ട്രാ പ്രിപ്പറേഷൻ ആണ്. അതായത് ഇപ്പൊ ഇൻ കേസ് ഈവൻ പ്രാക്ടീസ് മാച്ച് കൊടുത്തില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ കുറവ് കൊടുത്തെങ്കിലും പോലും അവർക്ക് അവിടെ മെച്ചപ്പെടാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതൊരു നല്ല വാലിഡ് പോയിന്റ് ആണ്. കാരണം നമ്മൾ ധർമ്മശാല അത്ര യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഒരു പക്ഷേ അവിടെ NC അല്ലെങ്കിൽ ബാംഗ്ലൂരിലുള്ള അത്രയും ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇപ്പോൾ. പക്ഷെ അത് തന്നെയാണ് BCCI അത് മുൻഗണനയിൽ എടുത്ത് അത് മനസ്സിലാക്കി അവിടെ ആക്ച്വലി ഫെസിലിറ്റീസ് കൂട്ടണം അല്ലെ. അത് പക്ഷെ അങ്ങനെ കൊണ്ടുവന്നാൽ BCCI ഇപ്പം നമ്മളിപ്പോ നമ്മൾ കേട്ടേക്കുന്നു പല ലോബികൾ, ആ ലോബി ഈ ലോബി നിൽക്കുക. അപ്പൊ അതും ആവാം. അൾട്ടിമേറ്റ്ലി BCCI ഒരു മണി മിന്റിങ് മെഷീൻ ആണല്ലോ. അപ്പോ അതെ, അതാണ് മെയിൻ അതിനകത്ത് വേറത്. പിന്നെ നമ്മള്
നമ്മുടെ യങ് ടാലൻസ്, ന്യൂ ടാലൻസിന്റെ കാര്യം അല്ലെ, അവർക്ക് അതായത് പെർഫോമൻസ് ബേസ്ഡ് അല്ല. നമ്മുടെ ഇപ്പൊ ഒരു ടൂറിന് പോകുമ്പം പെർഫോമൻസ് ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ അത് ആൾക്കാർക്ക് ചാൻസ് കൊടുക്കണം. അതും ഒരു വലിയ ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈയിടെയായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്ത്യൻ സെലക്ടേഴ്സ് എത്ര പറഞ്ഞാലും IPL കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു എന്ന് പ്ലേയേഴ്സ് കംപ്ലൈന്റ് ചെയ്തു തുടങ്ങി. അതായത് എന്തിനാണ് ഡൊമസ്റ്റിക് കളിക്കുന്നത്, IPL എങ്ങനെ ഒരു ടീമിൽ കയറിയിട്ട് അവിടെ നല്ലോണം ശോഭിച്ചാൽ എനിക്ക് ഇന്ത്യൻ ടീമിൽ കിട്ടും, അല്ലാതെ ഞാൻ ഈ വർഷങ്ങളോളമുള്ള ഗ്രൈൻഡ് രഞ്ജി ട്രോഫിയിൽ കളിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. അതും BCCI ഫിക്സ് ചെയ്യേണ്ടിയിരിക്കും. എനിക്ക് തോന്നുന്നു അതൊരു സത്യമാണ്. അതെ, കാരണം ഇപ്പത്തെ ഇന്ത്യൻ ടീമിൽ നോക്കുവാണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും IPL ൽ തന്നെയാണ് അല്ലെ. വാഷിംഗ്ടൺ സുന്ദർ എന്ന് പറഞ്ഞ ആള് ഡൊമസ്റ്റിക് കളിച്ചിട്ടില്ല എന്നാണ് ഞാൻ കേൾക്കുന്നത്, 3-4 വർഷമായിട്ട്. 2017 ലാസ്റ്റ് ആയിട്ട് കളിച്ചത്. അതെ, അപ്പൊ 4 വർഷമായിട്ട് കളിച്ചിട്ടില്ല. അതെ, അപ്പൊ നമ്മള് മെയിൻലി ഇപ്പൊ നമ്മുടെ ഡിസ്കഷൻ ഒരു നെഗറ്റീവ് ആസ്പെക്ട് മാത്രമാണ് പറഞ്ഞത്. പക്ഷെ നമ്മളവിടെ പോസിറ്റീവ് കാര്യം പറയേണ്ടതുണ്ട്. ലൈക് ഇന്ത്യൻ ടീം പ്രിപ്പറേഷന് വേണ്ടി രാഹുൽ ദ്രാവിഡ് ഇന്ത്യൻ ടീമിന്, ഇന്ത്യ A ടീമിനും Under-19 ഒക്കെ ആയിട്ട് ടൂർ ചെയ്ത കാര്യങ്ങൾ, അവിടുന്ന് കിട്ടിയ വിലപ്പെട്ട സംഭാവനകളാണ് ഇപ്പൊ ഇന്ത്യൻ ടീമിലുള്ള കുറെ പ്ലേയേഴ്സ്. അപ്പം അത് നമ്മൾ എടുത്തു പറയേണ്ടതല്ലേ. അതെ, അത് ശരിക്കും ദ്രാവിഡ് എല്ലാ യങ്സ്റ്റേഴ്സിനും ഇപ്പൊ ചോദിച്ചാൽ അറിയാലോ, രാഹുൽ ദ്രാവിഡ് സാർ കൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്, ആ പുള്ളിക്കാരന്റെ വാക്കുകളും അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ എഫേർട്ടാണ് ഇതിന്റെ ബിഹൈൻഡ് എന്ന് പറയുന്നത്. ട്രൂലി അപ്രീഷിയേറ്റ് ചെയ്യണം. ഐ തിങ്ക് രാഹുൽ ദ്രാവിഡ് ഇപ്പൊ തന്നെ എല്ലാ ഈവൻ പാകിസ്ഥാൻ മീഡിയ പോലും പറയുന്നുണ്ട്, അതായത് നമ്മുടെ പ്ലേയേഴ്സ് ആരും രാഹുൽ ദ്രാവിഡിനെ പോലെ ചെയ്യുന്നില്ലാത്തതാണ് ഇഷ്യൂ. കാരണം അങ്ങനെ ഒരു പ്ലെയർ കോർ ലെവലിൽ ഇറങ്ങിച്ചെന്ന് ഫിക്സ് ചെയ്യാൻ നോക്കുക എന്ന് പറഞ്ഞാൽ രാഹുൽ ദ്രാവിഡിന് അതിന്റെ ഒരു ആവശ്യമില്ല അല്ലെ. എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് കളിച്ച ഇന്ത്യൻ ക്രിക്കറ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ നല്ല ഇംഗ്ലീഷ് ഉള്ള രാഹുൽ ദ്രാവിഡാണ്. എനിക്കൊന്നു സുഖമായിട്ട് പുള്ളിക്ക് കമന്ററി ചെയ്തിട്ട് നല്ല പൈസ ഉണ്ടാക്കി വീട്ടിലിരിക്കാം. പക്ഷെ പുള്ളിക്കാരൻ ഇല്ല, എനിക്ക് നമ്മുടെ ക്രിക്കറ്റ് നന്നാക്കണം, നല്ലൊരു ഭാവി തലമുറയെ നല്ല യങ്സ്റ്റേഴ്സിനെ കൊണ്ടുവരണം. എബ്രോഡ് ടൂർ കൊണ്ടുപോയി, അതായത് എബ്രോഡ് കണ്ടീഷനിൽ കുറെ പേരെ ഫെമിലിയർ ആക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്നു. അപ്പം ബേസിക്കലി നമ്മളിപ്പം അത് റാപ്പപ്പ് ചെയ്യാൻ വേണ്ടി പറയുവാണെങ്കിൽ, നമ്മള് ഇന്ത്യ പ്രിപ്പറേഷൻസ് പോരാ. അതായത് ഒരു ഫോറിൻ ടൂറിന് പോകുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ പ്രിപ്പറേഷൻസ് പോരാ. ഇന്ത്യ ഷുഡ് യൂട്ടിലൈസ് ധർമ്മശാല പിച്ച്. പിന്നെ അതായത് അവർക്ക് കൂടുതൽ പ്രാക്ടീസ് മാച്ച് കൊടുക്കണം നമ്മുടെ കളിക്കാർക്ക്. പിന്നെ പുറത്ത് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം, കളിക്കാൻ ലൈക്ക് ഇവിടെ കളിക്കാത്ത ആൾക്കാർക്ക് പുറത്ത് പോയി കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. അതൊക്കെയാണ് മെയിൻലി നമ്മളിത്. പിന്നെ മണി മാത്രമല്ല കൺസേൺ ചെയ്യേണ്ടത്, നമ്മൾ ആൾക്കാരുടെ ലൈക് ടാലന്റും കൺസേൺ ചെയ്ത് വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. നമുക്ക് പ്രതീക്ഷിക്കാം അത് അങ്ങനെ മാറ്റങ്ങളൊക്കെ വരുന്നു. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഞങ്ങളുടെ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ബൈ.